ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്തിട്ടും അതായത് നമ്മളുടെ സ്ട്രാറ്റജിയൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നു, എന്നാലും നമ്മളുടെ ഉള്ളിലെ ഒരു സൈക്കോളജി വർക്ക് ചെയ്യാതെ നമ്മൾ വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യുന്നു, നമ്മളത് ലോസിൽ പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്താൽ എന്തായാലും ലോസ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഡെയിലി ട്രേഡിങ്ങിൽ അങ്ങനെയുണ്ട്. നമ്മൾ അല്ലെങ്കിൽ കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് അങ്ങനെ വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ചില പ്രത്യേക ഡേയ്സിൽ മാത്രം, അതായത് ചില പ്രത്യേക ലൈൻസിൽ വന്നാൽ മാത്രമേ ട്രേഡുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ തട്ടില്ലാതെ ഡെയിലി ട്രേഡ് ചെയ്യാൻ വേണ്ട. ഡെയിലി ട്രേഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സൈക്കോളജിയാണ് ഡെവലപ്പാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ നമ്മുടെ ജനുവരിയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള നമ്മളുടെ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സംഭവിച്ച നമുക്ക് ഡെയിലി ട്രേഡ് വേണ്ട, എന്നാൽ ഈ ലെവൽസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓരോ മാസത്തിൽ തന്നെ ഒരു 5-6 തവണയെങ്കിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ അത്രയും ട്രേഡ്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ട്രേഡിംഗ് പോയിന്റിൽ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എന്നുള്ളത് മാത്രം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് വരില്ല, ഡെയിലി ട്രേഡ് വരത്തുമില്ല. ഓക്കെ, ഡെയിലി ട്രേഡ് ചെയ്യേണ്ട ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആ ഒരു പോയിൻ്റാണ് കാണിച്ചിരിക്കുന്നത്. കണ്ട, നമ്മളുടെ ബോർഡർ ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇതാ ഈ ഒരു നിഫ്റ്റി പോയിൻ്റ് നിങ്ങൾ നോക്കിക്കേ. പി പൊസിഷൻസ് ആണിത്. പി പൊസിഷൻ ബോർഡർ ലൈൻ നല്ല ഒരു നോക്കിക്കേ റെസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പറയും പി പൊസിഷൻ ആ ഒരു കൺസേൺഡ് നമ്മളുടെ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോർഡർ ലൈൻ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സി പൊസിഷനിൽ അതേസമയം സപ്പോർട്ടായിരിക്കണം. ഇപ്പോൾ നമ്മളുടെ എക്സ്പയറീസ് ഒന്നും കറക്റ്റ് അല്ലാത്ത കൊണ്ട്, നമുക്ക് ഡെയിലി എക്സ്പയറി ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ തന്നെ 3 കറക്റ്റ് ആവണമെന്നില്ല. 3 ഒരുപോലെ വന്നാൽ മതിയല്ലോ. ഇത് നിഫ്റ്റിയിൽ തന്നെ വരണമെന്നില്ല. നമുക്ക് ബാക്കി ഫിൻ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയും കൂടെ കൂട്ടിയിട്ട് 3 വന്നാലും മതി. അപ്പോൾ നമ്മൾ ഫിൻ നിഫ്റ്റിയിലേക്ക് നോക്കാം. കണ്ടോ, ഫിൻ നിഫ്റ്റി അതേ ക്യാൻഡിൽ ബോർഡർ ലൈൻ നല്ല ഒരു സിയിൽ എന്തായിട്ട് വന്നിട്ടുണ്ട്, സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫിൻ നിഫ്റ്റിയിലൊക്കെയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ കണ്ട സിയിൽ സപ്പോർട്ടും പിയിൽ റെസിസ്റ്റൻസുമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പിയിൽ റെസിസ്റ്റൻ്റ് ആകുന്ന ബോർഡർ ലൈൻ, സിയിൽ സപ്പോർട്ടാകുന്ന ബോർഡർ ലൈൻ. ഓക്കെ, ഇതിങ്ങനെ ഇത് നമ്മൾ ബോർഡർ ലൈൻ ലെവൽസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിങ്ങനെ നമ്മളുടെ സ്ട്രൈക്കുകളിൽ മാത്രമല്ല ഇൻഡെക്സുകളും കൺഫേംഡ് ആണെങ്കിൽ, ഓക്കെ, ആ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സെൻസെക്സ് കേട്ടോ, സെൻസെക്സ് നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, നിഫ്റ്റി നോക്കി ബോർഡർ ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ആകുന്ന ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മളുടെ ഇൻഡെക്സിൽ നമ്മൾ സെൻസെക്സിലേക്ക് വരിക. സെൻസെക്സും അതേസമയം ഒരു സപ്പോർട്ട് പൊസിഷനിലായിരിക്കണം. ബോർഡർ ലൈൻ തന്നെയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ, ഈ ഡോട്ടഡ് ലൈൻ കേട്ടോ, ഈ ഡോട്ടഡ് ലൈൻ അല്ലെങ്കിൽ ബോർഡർ ലൈൻ. ഇത് നോക്കിക്കേ നിങ്ങൾ, ബോർഡർ ലൈൻ നല്ല ഒരു എന്തായിട്ട് വന്നിട്ടുണ്ട്, സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സി മൂവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സ്ട്രൈക്കുകൾ പറയുന്നു സി മൂവ് ചെയ്യാൻ പോകുന്നു, സെൻസെക്സും പറയുന്നുണ്ട് സി മൂവ് ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇതിന് നമുക്ക് കൈ കൊടുക്കാം, ഈ ഒരു ട്രേഡിലേക്ക് പോകാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ബോർഡർ ലൈൻ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയി വരുന്ന ബോർഡർ ലൈൻ ട്രേഡ് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്. ബോർഡർ ലൈൻ ട്രേഡ് ഫസ്റ്റ് ലെവൽ ട്രേഡ്, സെക്കൻഡ് ലെവൽ ട്രേഡ് പഠിപ്പിച്ചതാണ്. പക്ഷേ അതിൽ ബോർഡർ ലൈനിൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. ബോർഡർ ലൈൻ സപ്പോർട്ട് സിയിൽ സപ്പോർട്ടും പിയിൽ റെസിസ്റ്റൻസും ആയിരിക്കണം. 3 കൺഫേംഡ് ആയിരിക്കണം. നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ 4 കൺഫേംഡ് ആണ്, ഫിൻ നിഫ്റ്റിയിൽ 1 കൺഫേംഡ് ആണ്, നിഫ്റ്റിയിൽ 2 കൺഫേംഡ് ആണ്. അപ്പോൾ 3 കൂടുതൽ നമുക്ക് കൺഫേംഡ് ആയിട്ട് കിട്ടി. 3 കൺഫേംഡ് ആയിരിക്കണം. അതേസമയം സെൻസെക്സ് എവിടെ ആയിരിക്കണം, ബോർഡർ ലൈനിലോ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസിലോ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ആ ഒരു ട്രേഡിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ട്രേഡ് ഓക്കെ ആയി. നമുക്ക് നിഫ്റ്റിയിലേക്ക് തന്നെ അത് എത്രത്തോളം റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, നമുക്കൊരു ഇത് ഒരു 100% എബോവ് റിട്ടേൺ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25% റിട്ടേൺ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. 25% ഒക്കെ റിട്ടേൺ എടുത്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ദിവസം നോക്കാം. ജനുവരിയിൽ തന്നെ സംഭവിച്ച മറ്റൊരു ഡേയിലേക്ക് നമുക്ക് വരാം. ഇതാണ് നിങ്ങളോട് കൂടുതലും ഞാൻ അപ്രോച്ച് ചെയ്യാൻ പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് നമ്മളുടെ ഈ 2 ബോർഡർ ലൈൻസിൻ്റെ ഉള്ളിൽ വരുന്നില്ല ട്രേഡ്. ഇത് ബോർഡർ ലൈൻസിൻ്റെ ഉള്ളിൽ വരാതെ നമുക്ക് ഏകദേശം ഒരു മാസത്തിൽ 2-3 ട്രേഡ്സൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കോളാം, നമ്മളുടെ
ഈ ബോർഡ് ലൈൻസ്, ഈ 2 ബോർഡ് ലൈനാണല്ലോ നമുക്കുള്ളത്. ഈ 2 ബോർഡ് ലൈൻസിനെ ഉള്ളിലേക്ക് നമ്മുടെ ക്യാൻഡിൽസ് ഒന്നും തന്നെ കയറാത്തൊരവസ്ഥ വരും. അതായത് ബോർഡ് ലൈൻസിന് പുറത്ത് തന്നെ. ഇപ്പോൾ സി ആണെങ്കിൽ സിയുടെ കണ്ടോ, സിയുടെ ബോർഡ് ലൈനിൻ്റെ പുറത്താണ് ഈ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, ഇവിടെയാണെങ്കിൽ പിയിൽ ബോർഡ് ലൈനിൻ്റെ പുറത്താണ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. പിയിൽ ഇതിന് താഴേക്കും വരുന്നില്ല, സിയിൽ ഇത് മുകളിലേക്ക് കയറുന്നില്ല. ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും തന്നെയാണ് ഇവിടെ. കണ്ടോ, ഇപ്പോൾ ഇത് ടച്ച് ചെയ്യണം, നമ്മുടെ ബോൾ ലൈൻ ടച്ച് ചെയ്യണം. കണ്ടോ, ഇപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, നിഫ്റ്റിയിൽ നോക്കിക്കേ, ബോൾ ലൈൻ നല്ലൊരു പിയിൽ സപ്പോർട്ട് ആകുന്നുണ്ട്, ഇപ്പുറത്തും പിയിൽ സപ്പോർട്ട് ആകുന്നുണ്ട്, ഇവിടെ സിയിൽ റെസിസ്റ്റൻസ് ആകുന്നുണ്ട്. ഉള്ളിലേക്ക് അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടില്ല, കണ്ട ഇത് ഫുള്ള് കവർ ചെയ്യുന്നില്ല, ഇതിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബോൾ ലൈൻസിന് പുറത്ത് നിന്ന് ട്രേഡ് വരുന്നത് അപൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 2 3 അല്ലെങ്കിൽ അത്രയും അക്യുറേസി പറയാൻ പറ്റുന്ന 2 3 ട്രേഡ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ട്രേഡ് ചെയ്യണം. 100% റിട്ടേൺ ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു മാസത്തിൽ അത്രയും ട്രേഡ് ചെയ്താൽ മതി. 1 2 ട്രേഡ് ചെയ്താൽ, ഒരു ട്രേഡെങ്കിലും ചെയ്താൽ മതി. 100% റിട്ടേൺ ഉള്ള ഒറ്റ ട്രേഡ് ഒരു മാസം ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിട്ടേൺ ആയില്ലേ. 10,000 രൂപ അതേ മാസം തന്നെ 10,000 രൂപ റിട്ടേൺ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ മാത്രം, അതായത് ഇതുപോലെ ഈ 2 ബോൾ ലൈൻസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, ബോൾ ലൈൻസിന് പുറത്ത് നിന്ന് ട്രേഡ് നടക്കുന്ന സാഹചര്യം. ചിലതൊക്കെ കയറുന്നുണ്ട്, എല്ലാം കയറുന്നില്ല എന്നല്ല, ചിലതൊക്കെ കയറുന്നുണ്ട്. പക്ഷേ കൂടുതലും ബോൾ ലൈൻസിന് പുറത്താണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ കണ്ടോ, നിങ്ങൾ നോക്കുക, ബാങ്ക് നിഫ്റ്റിയൊക്കെ ബോൾ ലൈൻസിന് പുറത്ത് തന്നെയാണ്, അകത്തേക്ക് കയറുന്നില്ല. നിഫ്റ്റി ചിലതൊക്കെ കയറിയിട്ടുണ്ട്, കയറാതെ നിൽക്കുന്നുണ്ട് കണ്ടോ. എന്നാലും ബോൾ ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ആകുകയാണ്. ഓക്കെ, ഇതാ ഇവിടെ എന്താകുന്നു, നിഫ്റ്റി വെച്ച് പറയാം. ഇതാ നോക്ക്, പിയുടെ കാര്യത്തിൽ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടാകുന്നു, സിയുടെ കാര്യത്തിൽ ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഓപ്പോസിറ്റ് ട്രേഡ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെൻസെക്സ് കൂടെ നോക്കണം, സെൻസെക്സിലേക്ക് വരണം. അതാണ് നമ്മൾ പറയുന്നത്. സെൻസെക്സും അപ്പോൾ എവിടെ ആയിരിക്കും, ഡോട്ടർ ലൈനിലോ ബോൾ ലൈനിലോ ആണെങ്കിൽ കണ്ടോ, ഡോട്ടർ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആകുന്ന സാഹചര്യമാണ് അവിടെ കണ്ടോ, അവിടുന്ന് ടച്ച് ചെയ്ത് താഴേക്ക് പോരുകയാണ്. അപ്പോൾ ഇവിടെ സ്ട്രൈക്കുകളും അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. ബോൾ ലൈൻസിന് പുറത്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോൾ ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടുണ്ട്. സോ ആ ഒരു ട്രേഡിലേക്ക് പോവാം. 100% റിട്ടേൺ ആണിത്. ഞാൻ പറയുന്നത് 25% റിട്ടേൺ നിങ്ങൾ മതി, അതിന് മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി അടുത്ത ഒരു ദിവസം നമുക്ക് നോക്കാം. അടുത്ത ദിവസം ഇതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിയേ, നിഫ്റ്റിയുടെ നോക്കിയത് ബോൾ ലൈൻസിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിയിട്ടില്ല, ബോൾ ലൈൻസിൻ്റെ പുറത്ത് തന്നെ ഈ ട്രേഡ് റൺ ചെയ്യുകയാണ് കണ്ടോ. ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കയറാതെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കയറാതെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടോ, ഇവിടെ കയറിയിട്ടില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, അപ്പോൾ പുറത്ത് തന്നെ നിന്ന് ട്രേഡ് ആക്റ്റീവ് ആകുകയാണ്. ഞാൻ നോക്കിക്കോളും. ബാങ്ക് നിഫ്റ്റി നോക്കിക്കുക, ബാങ്ക് നിഫ്റ്റി അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ഇതാ, ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകുകയാണ്. ഇവിടെയും റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്, ഇവിടെ സപ്പോർട്ടും ആകുന്നുണ്ട്. പിയിൽ സപ്പോർട്ടും സിയിൽ റെസിസ്റ്റൻസും ആകുന്ന ഈ ഒരു ബോൾ ലൈൻ സാഹചര്യം നമ്മൾ ഇപ്പുറത്തേക്ക് നിഫ്റ്റിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഉള്ളിലേക്കോട്ട് കയറുന്നുമില്ല, ബോൾ ലൈൻസിന് പുറത്ത് തന്നെ റൺ ചെയ്യുന്ന സാഹചര്യം. നിഫ്റ്റിയിലും അതുപോലെ തന്നെ കണ്ടോ, ഉള്ളിലേക്ക് കയറുന്നേയില്ല, പുറത്ത് നിന്ന് റൺ ചെയ്യുന്നു കണ്ടോ. ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം, അവിടുന്ന് ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിക്കും കേട്ടോ. 100% റിട്ടേൺ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ എവിടെ സെൻസെക്സിനെ നോക്കണം. സെൻസെക്സ് അതേസമയം കണ്ടോ, ഡോട്ടർ ലൈനിലോ ബോൾ ലൈനിലോ ആയിരിക്കണം കണ്ടോ. ഡോട്ടർ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ട്രേഡാണ് നല്ല റിട്ടേൺ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ദിവസം നോക്കാം. ഈ മാസം തന്നെ സംഭവിച്ചതാണ് ഞാൻ ഈ പറയുന്നത്. ഇതാ അടുത്ത മാസം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കേ കേട്ടോ. ബാങ്ക് നിഫ്റ്റി കണ്ടോ, ഈ 2 ബോൾ ലൈൻസിന് ഉള്ളിലേക്ക് കയറുന്നേ ഇല്ല, ബോൾ ലൈൻസിന് പുറത്ത് റൺ ചെയ്യുന്നു കണ്ടോ. ബോൾ ലൈൻസിന് പുറത്താണ് ഇത് റൺ ചെയ്യുന്നത് കണ്ടോ. ബോൾ ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്നപ്പോൾ ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടാകുന്നു. ഇപ്പുറത്തെ പി പൊസിഷനിലും ബോൾ ലൈൻ സപ്പോർട്ടാണ്, സി പൊസിഷൻ റെസിസ്റ്റൻസ് ആണ് കണ്ടോ. ഇപ്പുറത്തും സി പൊസിഷൻ റെസിസ്റ്റൻസ് ആണ് കണ്ടോ. ബോൾ ലൈൻ ഇതിൻ്റെ മുകളിലേക്കുള്ള ബോൾ ലൈനിൽ ഉള്ളിലേക്ക് കയറിയിട്ടേ ഇല്ല. ഓക്കെ, ഒരെണ്ണം പോലും ഇവിടെ കയറിയിട്ടില്ല. ഒരെണ്ണമെങ്കിലും കയറാൻ നിൽക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് കണ്ടോ. നിഫ്റ്റിയൊക്കെ അതുപോലെ തന്നെ ബോൾ ലൈൻസിനുള്ളിലേക്ക് കയറുന്നേ ഇല്ല. നിഫ്റ്റി ആണെങ്കിലും ബോൾ ലൈൻസിനുള്ളിലേക്ക് കയറുന്നേ ഇല്ല കണ്ടോ. ബോൾ ലൈൻസിന് പുറത്ത് നല്ലൊരു സിയിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും പിയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ നമ്മൾ സെൻസെക്സിലേക്ക് നോക്കിയ അതേസമയം സെൻസെക്സ് എവിടെയാണെന്ന് കണ്ടോ, ഡോട്ടർ ലൈനിലാണ് നിൽക്കുന്നത് കണ്ടോ. ഡോട്ടർ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. ഈ സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരും. 100% റിട്ടേൺ പ്രോഫിറ്റ് അവിടെയും വന്നിട്ടുണ്ട്. അടുത്ത ദിവസം നിങ്ങൾ നോക്കിക്കുകയും അടുത്ത ദിവസം എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ കണ്ടോ നല്ലൊരു എന്തായിട്ടുണ്ട്. നിഫ്റ്റിയുടെ പി പൊസിഷൻ ഇവിടെ നല്ലൊരു ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. സി പൊസിഷൻ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ആകുന്നുണ്ട്, ഉള്ളിലേക്ക് അങ്ങനെ വന്നിട്ടില്ല.
ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടാമത്തെ ക്യാൻഡിലും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അഞ്ചാമത്തെ ക്യാൻഡിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് രണ്ടും വരച്ചിരിക്കുന്നത്. അഞ്ചാമത്തെയും ക്യാൻഡിൽ അങ്ങനെ തന്നെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെ തന്നെയാണ്. കണ്ടോ, ബോൾ ലൈൻസിന് ഉള്ളിലേക്ക് കയറുന്നില്ല, ബോൾ ലൈൻസിനെ പുറത്ത് റൺ ചെയ്യുന്നുണ്ട്. ദെൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇതുപോലെ തന്നെ കണ്ടോ, ബോൾ ലൈൻസിനെ പുറത്ത് റൺ ചെയ്യുന്നുണ്ട്. ബോൾ ലൈൻസിന് ഉള്ളിലേക്ക് കയറാൻ ഭയങ്കരമായിട്ട് മടിച്ച് നിൽക്കുന്നത് കണ്ടോ. പല വട്ടം അവിടെ റെസിസ്റ്റൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ സി പൊസിഷനിൽ നമ്മുടെ ഇത് ബോൾ ലൈൻസിന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ബോൾ ലൈൻ പക്ഷേ എന്തായിട്ട് ഒന്ന് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് കയറാതെ റൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ്, റെസിസ്റ്റൻസ് സോൺ ആണ് എന്നാണ് അർത്ഥം. അതേസമയം നമ്മൾ എങ്ങോട്ട് നോക്കാം, സെൻസെക്സിലേക്ക് നോക്കാം. ഇവിടെ സെൻസെക്സ് ഡോട്ട് ലൈൻ നല്ലൊരു സപ്പോർട്ടായിരിക്കണം, എന്നാലേ അവിടെ സി പൊസിഷൻ വരുള്ളൂ. ദെൻ ഇവിടെ രണ്ടാമത്തെ ക്യാൻഡിൽ സപ്പോർട്ടായിരുന്നു. രണ്ടാമത്തെയും അഞ്ചാമത്തെയും ക്യാൻഡിൽ ഇത് ആക്റ്റീവായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ടായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇവിടെ ചെറുതായിട്ട് താഴത്തേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ ഈ ട്രേഡിൽ നിന്ന് ഒഴിവാക്കാം. കാരണം സെൻസെക്സ് ഇവിടെ ഡോട്ട് ലൈൻ റെസിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ക്യാൻഡിൽ എന്തായാലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ക്യാൻഡിലും ഈ ഒരു ട്രേഡ് ആക്റ്റീവായിരുന്നു. അതുപോലെ അഞ്ചാമത്തെ ക്യാൻഡിലും ആക്റ്റീവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോൾ ലൈൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ആകുന്ന ട്രേഡിനെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അതേസമയം സെൻസെക്സും എന്തായിരിക്കണം, സെൻസെക്സ് എവിടെയായിരിക്കണം, ഡോട്ടഡ് ലൈനിലോ അല്ലെങ്കിൽ ബോൾ ലൈനിലോ ആയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ, ഡോട്ടഡ് ലൈനോ ബോൾ ലൈനോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ട്രേഡിനെ ഓപ്റ്റ് ചെയ്യാം. അതായത് സ്ട്രൈക്കിൾ സി എന്നാണ് കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കണം, ആ ഡോട്ടഡ് ലൈനും ബോൾ ലൈനും നമ്മളുടെ സെൻസെക്സിൽ സപ്പോർട്ടായിട്ട് വരണം. പി ആണ് സ്ട്രൈക്കുകൾ കാണിക്കുന്നത്, പിയിലേക്കാണ് മൂവ് ചെയ്യുന്നതാണെന്ന സ്ട്രൈക്കുകളാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ഡോട്ട് ലൈനും ബോൾ ലൈനും സെൻസെക്സിൽ എന്തായിരിക്കണം, റെസിസ്റ്റൻസ് ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ മാത്രം, അതായത് ഈ ജനുവരി മാസം സംഭവിച്ചതാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ മാത്രം ട്രേഡ് എടുത്താൽ തന്നെ 100% റിട്ടേൺ ഷുവറാണ്. അതിൽ നമ്മളൊന്നും തന്നെ പേടിക്കേണ്ട കാര്യം ഇല്ല. അത് മനസ്സിലാക്കി നമുക്ക് ട്രേഡിലേക്ക് പോകാം. നമുക്ക് നല്ല റിട്ടേൺ അവിടെ കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ബോൾ ലൈൻ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആകുന്ന സിറ്റുവേഷനും അതേസമയം സെൻസെക്സിൽ ഡോട്ടഡ് ലൈനോ ബോൾ ലൈനോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് 100% റിട്ടേൺ കിട്ടുന്ന ട്രേഡുകളായിരിക്കും മാക്സിമം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 25ക്കും 100നും ഇടയിൽ നമുക്ക് റിട്ടേൺ എടുക്കാം. നിങ്ങൾ 25 റിട്ടേൺ എടുത്ത് ലിമിറ്റ് ഓർഡർ കൊടുത്ത് എക്സിറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.